ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രായത്തിലിരിക്കുന്ന മക്കൾക്ക് അഡോളസൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് കോൾസൊക്കെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് വരും. അവർ ഈ പ്രായത്തിൽ അനുസരിക്കുന്നില്ല, പഠിക്കാൻ പറഞ്ഞാൽ സമ്മതിച്ചു തരുന്നില്ല. അങ്ങനെയൊക്കെ വരുന്ന നേരം ഇവർക്ക് പാരൻസിനോട് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ആവും. ഈ ഒരു പ്രായമാണ് ശരിക്കും അവരൊരു നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാരൻസിൻ്റെ കൂടെ ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു സമയമാണ് അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരൊരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്ത് പോകാൻ പറ്റുക. കാരണം ഞാൻ ഒരു അഡോൾസൻ്റായി വരുന്ന ഒരു മോളെ അമ്മയാണ്. അപ്പം ഞാൻ എൻ്റെ പാസ്റ്റ് ചിന്തിക്കുന്ന നേരം ഞാനൊരു സപ്രസീവായിട്ടുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം നമുക്ക് ഇത്ര ഇമോഷണൽ ഫ്ലെക്സിബിലിറ്റി ഇല്ല അന്ന്. അപ്പോൾ ഈ മക്കൾക്ക് ഈ വിത്ത് ഓൾ ദി ഓൺലൈൻ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടും പിന്നെയും ഇവർ ഈ ഓൺലൈൻ ഇസ് ബോത്ത് വേസ്. ഒരു വിധത്തിൽ അവരെ നശിപ്പിക്കുന്നുണ്ട്, ഒരു വിധത്തിൽ അവർക്ക് ഇൻഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നല്ലൊരു ഫാമിലി ലൈഫ് ആസ് വെൽ ആസ് ഒരു എഡ്യൂക്കേഷണൽ ലൈഫ് ക്യാരി ചെയ്യുക? ഇതൊരു എല്ലാ കാലത്തുമുള്ളൊരു പ്രശ്നമാണിത്. ഇതൊരു പുതിയ തലമുറയിലെ കുട്ടികളുടെ മാത്രം ഇഷ്യൂ അല്ല ഇത്. ഈ 13 വയസ്സ്, ഏകദേശം ഒരു 12 വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടികളുടെ ഒരു ഫസ്റ്റ് ഫീലിംഗ്, ഒരു ജനറ്റിക്കൽ ഫീലിംഗ് എന്ന് പറയുന്നത് അച്ഛനമ്മമാരിൽ നിന്ന് മോക്ഷം കിട്ടുക എന്നുള്ളതാണ്. കാരണം അതുവരെ അച്ഛനമ്മമാർ പറയുന്നത് കേട്ട് അവരെ ആശ്രയിച്ച് അവരെ അനുസരിച്ച് ഒരു തരത്തിൽ അടിമകളെ പോലെ സ്നേഹമുള്ളത് കൊണ്ട് ആണ് അതിനെ നമ്മൾ അറിയാതിരിക്കുന്നത്, അങ്ങനെ ജീവിക്കേണ്ടി വരികയാണ്. അപ്പോൾ കുട്ടികൾ നമ്മളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും, മാതാപിതാക്കളെ ഒരുപാട് കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യും. പെട്ടെന്നൊരു ദിവസം അവർ റിബല്ലസ് ആവും. ഈ പെട്ടെന്ന് റിബല്ലസ് ആകുമ്പോൾ അച്ഛനമ്മമാർക്കത് സഹിക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും ഒരു കാരണമില്ലെങ്കിലും അച്ഛനമ്മമാരോട് അധ്യാപകരോടൊക്കെ ഇവർക്കൊരു അവേർഷനാണ്, പെട്ടെന്ന് ദേഷ്യം വരും. അതെന്തുകൊണ്ടാണെന്ന് ഇവർക്കും അറിയില്ല. ഇവർ എന്ന് പറയുന്നത് ഞാനും കൂടി ഉൾപ്പെട്ടത്, ഞാനും അത് കടന്നു വന്ന ആളാണ്. അപ്പോൾ ആ പ്രായത്തിൽ എനിക്കും അറിയില്ലായിരുന്നു. ഞാനും എനിക്ക് ഇപ്പോൾ ഒരു 14 വയസ്സൊക്കെ ഉള്ള സമയത്ത് അച്ഛനമ്മമാരെന്ത് പറയുമ്പോഴും നോ, എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ മുറിയിൽ ചെന്നിരുന്നിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നാറുണ്ട്. അപ്പുറത്ത് മുറിയിൽ പോയിട്ടിരുന്നിട്ട് അച്ഛനും അമ്മയും വിഷമിക്കുന്നുണ്ട്, അമ്മ കരയുന്നുണ്ട്. അതേപോലെ തന്നെ മുറിയിൽ വന്നിരുന്നിട്ട് ഞാനും വിഷമിക്കുന്നുണ്ട്, ഇവരും വിഷമിക്കുന്നുണ്ട്. അങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ വെറും ഷർട്ടും മുണ്ടും ഒക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. മറ്റ് ജീവികളെ പോലെ ഒരു ജീവി തന്നെയാണ്. അപ്പോൾ ഏത് ജീവികളെ ശ്രദ്ധിച്ചാലറിയാം, ഒരു ഏജ് കഴിഞ്ഞാൽ ആ ജീവി മാതാപിതാക്കളിൽ നിന്ന് ഒന്നുകിൽ തനിയെ മാറിപ്പോവും, അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ കുട്ടികളെ കൊത്തി അകറ്റും. ഇനി നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് വളരണം എന്ന് പറയും. പക്ഷേ നമ്മൾ മുതിർന്ന ആളുകൾ മരിക്കുന്നവരെ നമ്മളെ ആശ്രയിച്ച് നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുവരെ വളരെ സ്നേഹത്തോടെ ഇടപഴകിയിരുന്ന കുട്ടികൾ ഒരു ദിവസം പെട്ടെന്ന് റിബല്ലസ് ആകുമ്പോൾ കുട്ടികൾക്ക് ഞങ്ങളോടെന്തോ സ്നേഹമില്ലാതെയായി എന്നും അവർ മോശമായി പോയെന്നും തെറ്റിദ്ധരിക്കുന്ന മാതാപിതാക്കളാണ് കൂടുതൽ. പക്ഷേ ഇവിടെയാണ് നമ്മൾ കുറച്ചും കൂടി ജെനറ്റിക്സൊക്കെ പഠിക്കേണ്ടി വരുന്നത്. നമ്മളുടെ ഒരു ഇമോഷണൽ റിലം വിട്ടിട്ട് ഓരോ ഏജിലും നടക്കുന്ന ജനിതകപരമായിട്ടുള്ള നമ്മുടെ സ്വഭാവപരമായിട്ടുള്ള ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒന്ന്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്തരം കൾച്ചറലായിട്ടുള്ള ഡിഫറൻസസും എവല്യൂഷണറി ആയിട്ടുള്ള ഡിഫറൻസസും എല്ലാറ്റിനെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അവർ പണ്ടത്തെ പോലെ തന്നെ നമ്മളെ സ്നേഹിക്കണം, പണ്ടത്തെ പോലെ നമ്മുടെ മടിയിൽ വന്ന് കിടക്കണം, പണ്ടത്തെ പോലെ നമ്മളെ അനുസരിക്കണം എന്ന് പറയുന്നത് നിർത്തിയിട്ട് അവരെന്തുകൊണ്ട് റിബല്ലസ് ആകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അവർ റിബല്ലസ് ആവുന്നത് നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് പോലും അറിയില്ല അവർ റിബല്ലസ് ആവണം എന്തിനാണ്. അവരുടെ ജീവൻ, ഇത്രയും നാൾ ഞാൻ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ മാതാപിതാക്കളിൽ നിന്ന് പുറത്തു വന്ന് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് സ്വയം നടത്തുന്ന സമരമാണ് റിബല്ലസ്. അപ്പോൾ ഈ അനുസരിക്കാതിരിക്കലും റിബല്ലസ് ആവലും നെഗറ്റീവായൊരു കാര്യമല്ല. അത് എപ്പോഴും അനുസരിക്കുന്ന ഒരാൾ നല്ലൊരാളുമല്ല. അച്ഛനമ്മമാരും മാതാപിതാക്കളും മുതിർന്നവരും പറയുന്നത് കണ്ണടച്ച് അനുസരിക്കുന്ന ഒരാൾ അടിമയാണ്.
അപ്പോൾ അവരുടെ ഈ റിബല്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ചോദ്യം ചോദിക്കലാണ്. ഞങ്ങൾ എന്തിനാണ് നിങ്ങളെങ്ങനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അനുസരിക്കുന്നത് എന്ന് അവർ തന്നെ അവരോട് ചോദിക്കുന്ന ചോദ്യം അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് റിബല്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുക പ്രായഭേദത്തെ, ജെൻഡർ ഡിഫറൻസ്, കൾച്ചറൽ ഡിഫറൻസ് എല്ലാറ്റിനെയും നമുക്ക് തിരുത്താൻ കഴിയുക അവരെ കുറ്റപ്പെടുത്തിയിട്ടല്ല, അവരെ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അവർ അനുസരിക്കുന്നില്ല, അവർ റിബല്ലസ് ആകുന്നു, വളരെ വയലൻ്റ് ആകുന്നു എന്ന് നിരന്തരം അവരെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് നിർത്തിയിട്ട് എന്തുകൊണ്ട് അവരങ്ങനെ ആവുന്നു, എന്തുകൊണ്ടാണ് അവർ പെട്ടെന്നൊരു ചേഞ്ച് അവരിൽ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി ഒരു സൗഹൃദത്തിലൂടെ അവരെ ചേർത്ത് പിടിക്കുന്നതിലൂടെ മാത്രമേ നമ്മൾ മാറുള്ളൂ. നമ്മളുടെ സങ്കടം പോണല്ലോ, അവരുടെ മാറ്റമല്ല. എന്നാലും പൂർണ്ണമായിട്ട് മാറുന്നു നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി ഇനിയും രൂപപ്പെട്ടിട്ടില്ലാത്തൊരു ജീവിയാണ്. വി ആർ ഇൻ ദ പ്രോസസ്. എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് പോലെ ഇപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. ലോകത്തൊരു ജീവിയും കൺഫ്യൂസ്ഡ് അല്ല. ഭക്ഷണം കഴിച്ച് രോഗം വരുന്ന ഏക ജീവി മനുഷ്യനാണ്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഭക്ഷണം എന്താണെന്ന കാര്യത്തിൽ പോലും കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ ദാറ്റ് മീൻസ് കൺഫ്യൂസ്ഡ് ആയൊരു സ്പീഷീസാണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളോട് നമുക്ക് വേണ്ടത് കമ്പാഷനാണ്. കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആരോടും കമ്പാഷനിലൂടെയാണ് നമ്മൾക്ക് അവരെ കുറച്ചും കൂടി വെളിച്ചുള്ള ഒരാളാക്കി മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ എന്ന് വെച്ച് കമ്പാഷൻ എന്ന് പറയുമ്പോൾ ചില ഇടങ്ങളിൽ നമ്മൾ വളരെ ബോധപൂർവം ബലപ്രയോഗത്തിലൂടെ തിരുത്തലുകൾ നടത്തേണ്ടി വരും. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ ബിൽഡപ്പ് ചെയ്യേണ്ട ഏരിയ സൗഹൃദമാണ്. അതിൻ്റെ അർത്ഥം അവരെ തിരുത്തണ്ടെന്നോ അവരെ വഴിമാറ്റി നടത്തണ്ടെന്നോ ഒന്നുമല്ല. തിരുത്തപ്പെടേണ്ട ഇടങ്ങൾ എല്ലാവരിലുണ്ട്, നമ്മളിലുണ്ട്. അപ്പോൾ ഈ ഒരു അച്ഛൻ അമ്മ കുട്ടികൾ എന്ന ബോണ്ടോ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നുള്ള ബോണ്ടോ അല്ല ഡെവലപ്പ് ചെയ്യേണ്ടത്, ഫ്രണ്ട്സ് എന്നുള്ള ബോണ്ടാണ്. അപ്പോൾ നല്ലൊരു സുഹൃത്താണെങ്കിൽ, ഇപ്പം എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിൽ മാത്രമേ ഈഗോ മാറിയിരിക്കുള്ളൂ. പാരൻസിനും കുട്ടികൾക്കിടയിൽ ഈഗോ മാറിയിരിക്കില്ല. പാരൻസിന് ഞങ്ങൾ പാരൻസ് എന്ന് പറയുന്നൊരു ഈഗോ ഉണ്ട്, ടീച്ചേഴ്സിന് ടീച്ചർ എന്ന് പറയുന്ന ഈഗോ ഉണ്ട്. കുട്ടികളുടെ ഉള്ളിൽ ഈ പാരൻറ്റിങ്ങിനെയും ടീച്ചറെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിബല്ലസ് ആയിട്ടുള്ള ഒരു ഈഗോ ഉണ്ട്. അപ്പോൾ ഈ ഈഗോകൾ തമ്മിൽ എപ്പോഴും ക്ലാഷാണ്. ഈഗോ ഇല്ലാത്ത ഒരൊറ്റ റിലേഷൻഷിപ്പേ ഉള്ളൂ മനുഷ്യർക്കിടയിൽ, അത് ഫ്രണ്ട്ഷിപ്പാണ്. ഏട്ടനും ബ്രദേഴ്സിൻ്റെ ഇടയിൽ ഈഗോയാണ്. ചെറിയൊരു റീസൺ മതി ആ ഈഗോ വർക്കൗട്ട് ചെയ്യാൻ. സൗഹൃദമാണ് ഏറ്റവും ഈഗോ കുറഞ്ഞിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പുതിയ കുട്ടികളൊക്കെ നമ്മളെക്കാൾ വിവരമുള്ള കുട്ടികളാണ്. ഇപ്പം പണ്ടത്തെ പോലെയല്ല. അവർക്ക് നമ്മളെക്കാൾ പല വിഷയം, ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന ഈ വിഷയം, ഇപ്പോൾ ജെനറ്റിക്സ് എന്ന് പറയുന്നൊരു വിഷയം, ഇവോൾവ് ചെയ്യുക എന്ന് പറയുന്നൊരു വിഷയം, അല്ലെങ്കിൽ ന്യൂറോ സയൻസിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ആ വിഷയം എന്നേക്കാൾ നന്നായിട്ട് പറയാനറിയുന്ന കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. കാരണം അവർ വളരെ അഡ്വാൻസ്ഡ് ആണ് പല കാര്യങ്ങളിലും. അപ്പോൾ പ്രായത്തിൽ കുറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ മൊബൈലൊന്ന് ഹാങ് ആയി കഴിഞ്ഞാൽ ഞാൻ 25 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിളിച്ച് ചോദിക്കുക അതൊന്ന് എങ്ങനെ ശരിയാക്കുക. കാരണം എന്താ, എൻ്റെ പ്രായത്തിലുള്ളവരോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഒരു +1നോ +2നോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്രയോ പ്രാവശ്യം എൻ്റെ ഫോൺ ശരിയാക്കി തന്നിട്ടുണ്ട്, എൻ്റെ ലാപ്ടോപ്പ് ശരിയാക്കി തന്നിട്ടുണ്ട്, എൻ്റെ പല സംശയങ്ങളും തിരുത്തി തന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ലോകമായിട്ട് ഇപ്പോൾ ജെൻഡർ, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചാൽ അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് അവർ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീക്കാണ് ആ വിഷയത്തിൽ. കാരണം എന്താ, എൻ്റെ പ്രായത്തിൽ, ഞാൻ ഇവരുടെ പ്രായത്തിലായിരിക്കുമ്പോൾ എനിക്ക് പെൺകുട്ടികളോട് അടുത്തിടപഴകാൻ ഒരിക്കലും അന്തരീക്ഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ടുമുട്ടുന്ന ഇവരോടാണ് ഞാൻ പോയി ചോദിക്കുക. ഈ ഇരിക്കുന്നവരിലെ ആൺകുട്ടിയോട്, ഈ ഇരിക്കുന്ന പെൺകുട്ടികളോടും ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഇടങ്ങളില്ല എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. പക്ഷെ പഴയ തലമുറയേക്കാൾ
വളരെ ബെറ്ററായിട്ട് ഇൻഡിവിജ്വൽസ് എന്നുള്ള രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളത് ഇവർക്കിടയിലാണ്. നമ്മൾ ഇവരുടെ ബോഡിയിൽ ഒരു 4 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഒരു സ്ഥലത്ത് വട്ടത്തിൽ ഇരിക്കുന്നത് നോക്കിയാൽ ഇവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ അറിയാം, അവർ വളരെ കൂളാണ്. അവർക്കിടയിൽ ഫ്രിക്ഷൻ കുറവാണ്, പ്രഷർ കുറവാണ്. നമ്മൾ ആ പ്രായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പേടിച്ചിട്ടാണ് പെൺകുട്ടികൾ ഇരിക്കുക. ആൺകുട്ടികൾ നമ്മളിങ്ങനെ മാറിയിരിക്കുക, എന്തോ ഒരു ഫിയറാണ്. ഇവർക്കതില്ല. ഇവർക്ക് ഇഷ്യൂസ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു പ്രോസസ്സിലുള്ള ജീവിയാണ്. പക്ഷേ കുറച്ചും കൂടി സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുക ഇവരോട് ചോദിക്കുന്നതായിരിക്കും, മുതിർന്നവരെക്കാൾ. നമുക്കത്ര അറിയില്ല. കാരണം എന്താ, നമ്മൾക്ക് പരിചയമില്ല. മൊബൈൽ പോലെ തന്നെ. ഇപ്പം എനിക്ക് മൊബൈൽ കുറച്ചേ പരിചയമുള്ളൂ. ഇവരതിലേക്ക് ജനിച്ചു വീണവരാ. അവർക്ക് നന്നായിട്ടതറിയാം. അപ്പം എന്നോട് പറയാം, ഷൗക്കത്തേട്ട അതിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ കളിക്കണ്ട, ഒന്ന് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓണാക്കിയാൽ ശരിയാവും. ഞാനിങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സംഭവം നമ്മൾ 10-20 പുസ്തകം എഴുതിയിട്ടുണ്ട്, നാട് മുഴുവൻ നടന്ന് പ്രഭാഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് മൊബൈലിനെ കുറിച്ച് അറിയണമെന്ന് യാതൊരു വിവരമില്ല. അവിടെ നമ്മൾ അവരെ കേൾക്കണം. അപ്പോൾ ഇതൊരു പല ഏരിയകളിലും നമ്മളിൽ നിന്ന് അവർ ഉൾക്കൊള്ളേണ്ടതുണ്ട്, പല ഏരിയകളിലും അവരിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് മാതാപിതാക്കളും അധ്യാപകരും കൂടി തിരിച്ചറിയേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട്. കാരണം അത്രമാത്രമാണ്. പണ്ട് ഗുരു എപ്പോഴും പറയും, ഷൗക്കത്തും ഗുരു നിത്യയൊക്കെ ജനിച്ചു വീണത് ഒരു പാലുവായിലും ഒരു പത്തനംതിട്ടയിലുമാണെങ്കിൽ പുതിയ കുട്ടികൾ ജനിച്ചു വീഴുന്നത് ലോകത്തിലാണ്. അത് വളരെ ഇവരൊക്കെ ജനിച്ചു വീണിട്ടുള്ളത് വേൾഡിലേക്കാണ്. ഞാൻ ജനിച്ചു വീണത് തൃശ്ശൂർ ജില്ലയിലെ പാലുവായി ഗ്രാമത്തിലേക്ക് മാത്രമാണ്. ഇവരോട് ഇന്ന് ലോകത്തിൽ നടക്കുന്ന എന്തോ അവർക്കറിയാം. എനിക്ക് അന്ന് ഈ പ്രായത്തിൽ പാലുവായിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയൂ. അപ്പോൾ അത്ര വ്യത്യാസം നമുക്ക് ഇവർക്കിടയിലുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുണ്ടാകുന്ന അവരുടെ ഈ ഒരു അനുസരണയില്ലായ്മയെ, ഈ റിബല്ലസ് മൈൻഡിനെ, ഈ വയലൻസിനെ ഒരു നെഗറ്റീവായിട്ട് കാണാതെ അവർ പോലും അറിയാതെ അവരിൽ സംഭവിക്കുന്ന ഒരു എക്സ്പ്രഷനാണെന്ന് മനസ്സിലാക്കി അതിനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമ്മളും മനസ്സിലാക്കി ഒരു സൗഹൃദത്തിലൂടെ രണ്ടുപേരും തിരുത്താൻ തയ്യാറാവുക എന്ന് പറയുന്ന ഒന്നും മാത്രമാണ് ഒരു വഴി. As we come to an end to this interactive session, I thank our dearest Shaukat sir for his experiences and for sharing his experiences and talks with us. Your words truly motivated us and inspired us to strive in our future. And I also thank our dearest principal, Reverend Father John Manarthura, for his truly admiration for us, for giving us an opportunity to interact with Mr. Shaukat sir. Thank you.